കാശിയുമായിട്ട് കണക്ഷനുള്ള അമ്പലമാണ് കാശിബുഗ്ഗ ക്ഷേത്രം. ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ ക്ഷേത്രമാണെന്ന് തോന്നുന്നെങ്കിലും അകത്ത് ഗുഹകളാണ് ഉള്ളത്. പിന്നെ ഈ ലോകത്ത് എവിടെയെങ്കിലും ബ്രഹ്മാവിനെ നേരിട്ട് പൂജിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നതും ഇതായിരിക്കും. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ കാണുന്ന ഇങ്ങനെ 5 മരങ്ങൾ, അതിപുരാതനമായ മരങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു മരത്തിന്റെ തറയാണ്. ആ തറയിൽ ഭഗവാനുണ്ട്, ഭഗവതിയുണ്ട്, രാഹുകേതുക്കളുണ്ട്. ഈ മരങ്ങൾ ഇങ്ങനെ ഒന്നിച്ചു വളരുന്നത് വളരെ അപൂർവമല്ലേ. അതും നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് ഒറ്റ മരമാണെന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നുകയുള്ളൂ. പക്ഷേ 5 മരങ്ങളാണ്. പിന്നെ താണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ അമ്പലത്തിൽ വന്ന് ഏത് ആഗ്രഹം പറഞ്ഞാലും അതായത് സാധിക്കത്തക്ക ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് സാധിച്ചു കഴിഞ്ഞിട്ട് കെട്ടുന്നവരുമുണ്ട്, ചിലർ അതിന് മുമ്പേയും കെട്ടുമെന്നാണ് പറയാറ്. പിന്നെ തൊട്ടിൽ പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്തവരില്ലേ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകും അത്രേ. അങ്ങനെ അതിനുവേണ്ടി കിട്ടുന്നതാണ് ആ തൊട്ടിൽ പോലെ കാണുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുറത്തുള്ളതൊക്കെ കെട്ടിയതെങ്കിലും ഇതിൻ്റെ ഈ ഗുഹയ്ക്കകത്തുള്ള ഈ അമ്പലം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അത്രേ. പണ്ടത്തെ ഋഷിമാര് ഇങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴവർക്ക് വെളിയിലൊക്കെ പോയി വെള്ളമൊക്കെ കൊണ്ടുവരാൻ പാടല്ലേ. ഇത് മ്യൂസി നദിയുടെ തീരത്താണെങ്കിലും മ്യൂസി നദി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും വറ്റി തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വെള്ളം കിട്ടാൻ പ്രയാസമായിരുന്നില്ലേ. അപ്പോൾ കാശിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരുന്നാണ് പറയുക. അതും സ്വയംഭൂ ലിംഗമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഒരു ചെറിയൊരു ഒരു ഓവിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഓവൊന്നുമില്ല, ഒരു പാറയുടെ ഇടുക്കിലൊരു ചെറിയ വിടവ് ഉറവയില്ലേ, അതുപോലെ അതിൽ നിന്ന് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വെള്ളം വന്ന് ഈ ശിവലിംഗത്തെ ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മറച്ചു വച്ചിരിക്കുന്നത് ഒരു ഗുഹയാണ്. ഇങ്ങനെ 2-3 ഗുഹകളുണ്ട്. ഇങ്ങനെ ഈ സ്റ്റെപ്പ് കാണുന്നില്ലേ, ഇത് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അതിൽ കാല് ചവിട്ടിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുക. ഇങ്ങനെ മണ്ടയ്ക്കോട്ട് കയറി വരുന്നത് കൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുക. നമ്മൾ ഇന്നലെയാണ് പോയത്. അപ്പോൾ ശിവരാത്രിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പെയിൻ്റടിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് 2-3 ഗുഹകളിലൊന്നും കയറാൻ പറ്റിയില്ല. അവിടെ ഇങ്ങനെ മിനിക്കോണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആൾക്കാരും കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനം നടത്താൻ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വെള്ളമാണെന്ന് പറഞ്ഞില്ലേ, ആ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് അകത്ത് ചെന്നിട്ട് അവിടെ സ്വയംഭൂ ലിംഗമുണ്ട്. പ്രത്യേകത പറഞ്ഞല്ലോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിരന്തരം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നന്ദീശ്വരനുണ്ട്. ഇത് അഖണ്ഡ ദീപമാണ്, അതിങ്ങനെ അണയത്തേ ഇല്ല, ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഉമാമഹേശ്വരന്മാരുടെ ചെറിയ പ്രതിഷ്ഠകളുണ്ട്, നന്ദികേശ്വരനുണ്ട്, ഗണേശനുണ്ട്, പിന്നെ ഭഗവതിയുണ്ട്. ഇവരുടെ എല്ലാം പ്രതിഷ്ഠകളുണ്ട്. ഇത് ബ്രഹ്മദേവന്റെ പ്രതിഷ്ഠയാണ്. ഇത് വളരെ അപൂർവമാണ്, അങ്ങനെ വെച്ച് പൂജിക്കാറില്ലല്ലോ. അതും ഇവിടെയുണ്ട്. അവിടെയുള്ള ഒരു ചെറിയ കുളമാണ്. എത്ര വേനലായാലും ഇതിലെ വെള്ളം പറ്റുകയില്ല, ഒരേ നിലയിൽ തന്നെ നിൽക്കും, കൂടുകയില്ല കുറയുകയില്ല. ഗുഹയിലോട്ട് കയറാൻ വളരെ പ്രയാസമാണ്. ഇവിടെ ഗണേശന്റെ വലിയ ചിത്രമുണ്ട്, അതിൻ്റെ അടുക്ക തന്നെ ഭഗവതിയുമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പ്രത്യേകത. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഇങ്ങനെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സാധാരണ ക്ഷേത്രത്തിലെ പോലെ അല്ലല്ലോ, ഇവിടെ ഇത് ആരതി നടക്കുകയാണ്. നമ്മുടെ അതുപോലെ കാശി ക്ഷേത്രത്തിലെ പോലെ തന്നെ ആരതി നടക്കുകയാണ്. അതും വളരെ വിശേഷമാണ് ഇവിടുത്തെ. ഇന്നലെ നടന്നതല്ല, നേരത്തെ നടന്നത് നമുക്ക് കിട്ടിയതാണ്. ഗുഹയ്ക്കകത്തല്ലേ, ഇതിന് മുകളിലായിട്ട് ഗംഗാദേവിയുടെ ഒരു ശ്രീകോവിലുമുണ്ട്. അവിടുത്തെ ആ ഗംഗാദേവിയെ കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവതി ഇങ്ങനെ നമ്മളെ നോക്കുകയാണോന്ന് തോന്നും. അതായത് ഇവിടെയുള്ള എല്ലാം തന്നെ നമുക്ക് കണ്ണിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന പോലെ ഇതിനകത്ത് കാണുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ജീവനുള്ള ഒരു ദേവി അതുപോലെ അങ്ങ് തോന്നും. അതുപോലെയാണ് അവിടുത്തെ ഗണേശൻ്റെ ആയാലും ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ ഇതിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ തോന്നും. പിന്നെ ഈ ജലമില്ലേ, ഇത് ഇങ്ങനെ അഭിഷേകം കഴിഞ്ഞ് ഇങ്ങനെ താഴെ നമുക്കിതിങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. അത് കുപ്പിയിലാക്കി കൊണ്ടുപോകാറുണ്ട് ആൾക്കാർ. അത് കുടിച്ചാൽ എല്ലാ രോഗങ്ങളും, ഏത് മാറാ രോഗങ്ങളായാലും മാറും അത്രേ. അവിടെ ഒരിക്കൽ പോയി കുടിച്ച് നോക്കിയിട്ട് ഫലം കിട്ടുകയാണെങ്കിൽ പറയാമേ.
അങ്ങനെ അസുഖം മാറുവാണെങ്കിൽ അവിടെ ഒരുപാട് പേർക്ക് അത് ഗുണമല്ലേ. ഇനിയും ഒരുപാട് ഡെവലപ്പ് ആകാനുണ്ട് ഈ അമ്പലം. മുരളി മനോഹർ ആ ട്രസ്റ്റുകാരില്ലേ, അവരുടെ അധീനതയിലുള്ളതാണ് ഈ അമ്പലം. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോപുരമില്ലേ, നമ്മൾ മണ്ടയ്ക്കോട്ട് കയറിച്ചാൽ നമ്മൾ പോയില്ല, ഇവിടെ നിന്ന് എടുത്താൽ നമുക്ക് അറിയത്തില്ലായിരുന്നു മണ്ടയ്ക്കോട്ട് പോകാമെന്ന്. ആ ഗോപുരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, രണ്ട് ഗോപുരങ്ങളാണ്. ഒന്ന് കൃഷ്ണന് വേണ്ടിയുള്ളതും ഒന്ന് ശിവന് വേണ്ടിയുള്ളതും. ആ രുദ്രാക്ഷം കാണുന്നത് ശിവന് വേണ്ടിയുള്ളതും മറ്റൊന്ന് കൃഷ്ണന് വേണ്ടിയുള്ളതും. അതിലൊരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് നിറമടിച്ചു, നേരത്തെ നിറമില്ലാത്തതായിരുന്നു. ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്, നമ്മൾ ഈ അമ്പലത്തിൽ വരാനല്ല പോയത്, വേറെ ഒരു സ്ഫടികലിംഗ ക്ഷേത്രമുണ്ട്, അവിടോട്ട് പോകാനാണ് പോയത്. പക്ഷേ ചെന്ന് നിന്നത് ഈ അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൽ എത്തിപ്പെടാൻ വളരെയധികം പ്രയാസവുമാണ്. നമ്മളൊന്നും അറിഞ്ഞില്ല, നമ്മൾ ചെന്ന് നിന്നത് ഈ അമ്പലത്തിനടുക്കാണ്. അവിടുത്തെ ബോർഡ് കാണുമ്പോഴാണ് അറിയുന്നത് ഈ അമ്പലത്തിനടുക്കാണ് ചെന്ന് നിന്നതെന്ന്. ഇപ്പോഴും അറിയുന്നില്ല, ഇത്രയും വലിയ അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് അതെന്ന്. നമ്മൾ ഇനി തിരിച്ചു വന്നിട്ട് ഇതിനെക്കുറിച്ച് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണെന്ന്. നമ്മൾ ചെന്നപ്പോഴേ തോന്നി ഒരുപാട് ഗുഹകളൊക്കെ ഇങ്ങനെ താഴോട്ടുണ്ട്, അങ്ങനെയൊക്കെ തോന്നി. പിന്നെ മറ്റൊരു അത്ഭുതം നടന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നപ്പോഴേ അവിടെ കാല് കഴുകുന്നതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് വസ്തുവുണ്ട്, അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു തർക്കഭൂമിയാണ് ഇതെന്ന്. അപ്പോൾ അവിടെ പർദ്ദയിട്ട ഒരു സ്ത്രീ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ആരും വരാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന്. അത് എന്തിനാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ മ്യൂസിയം നദിയുടെ സ്ഥിതിയും വളരെ ക്രൂരമായിട്ടാണ് ഒരു നദിയെ മനുഷ്യർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നദി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ഒഴുകേണ്ടതാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, അത് നമ്മൾ ഓർക്കണം. അതിൻ്റെ നടുക്കായിട്ട് വേറെ ഒരു അമ്പലമുണ്ട്, അപ്പുറത്തെ സൈഡിലും അമ്പലങ്ങളുണ്ട്. ഇനി അമ്പലങ്ങളുടെ ഇടയ്ക്കെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയാത്തത് വളരെ കഠിനമാണ്. കോടാനുകോടി ജനങ്ങൾ വരുന്ന കുംഭമേളയെ വിമർശിക്കുന്നവർ ഇതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഒരു വശം ഹൈദരാബാദിൻ്റെ ഒരു ഭാഗം വളരെ വൃത്തികേടാണെങ്കിൽ അടുത്ത ഭാഗം വളരെ വൃത്തിയുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ വൃത്തി കുറവുള്ള ഭാഗത്താണ് വലിയ വലിയ പ്രസിദ്ധമായ അമ്പലങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും എല്ലാം. അതും ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ ഭഗവാൻ ഈ പ്രളയമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെടുത്ത് ദൂരെ കൊണ്ടുവന്ന് എറിയാനും കൂടെ ആയിരിക്കും. അത് നമ്മൾ ചിന്തിക്കണം, നമ്മളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ അറിയാനായിട്ട് നമ്മൾ കാശി ബുഗ്ഗ ക്ഷേത്രമെന്ന് സെർച്ച് ചെയ്താൽ മതി. ഹൈദരാബാദിന് അടുത്ത് തന്നെയാണ്. ഓം നമഃ ശിവായ.